ഇതിനെ മുഴുവൻ നമ്മൾ മറച്ചു വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഭയങ്കര വിശുദ്ധമായ പ്രൊഫഷനാണ്. വിശുദ്ധിക്കൊന്നൊരു കുഴപ്പമില്ല. പണിയെടുത്താൽ ശമ്പളം കൊടുക്കണം, അത്രേ ഉള്ളൂ. ഈ പണിയെടുത്താൽ ശമ്പളം കൊടുക്കുന്നതിനെ വിശുദ്ധിയുടെ ടാഗ് വെച്ച് പഴയ ഫ്യൂഡൽ മൂല്യം വെച്ചിട്ട് മറയ്ക്കാം എന്നുള്ള പരിശ്രമം നടക്കില്ല. ചില ഓഫീസുകൾ വനിതാ ലോയേഴ്സിനെ എടുക്കില്ല. എറണാകുളം ജില്ലയിൽ പല ഓഫീസുകളിൽ ചെന്നപ്പോൾ ഞങ്ങൾ വനിതാ ലോയേഴ്സിനെ എടുക്കില്ല എന്ന് പറയാം. എന്ത് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് റോയിലൊക്കെ സീനിയേഴ്സ് ഇരിക്കണം എന്നത് ഒരു വിശ്വാസമായിട്ട് ആളുകൾ കരുതി പോന്നിരുന്നു. അത് മാറുകയാണ് ഞാൻ പറയുന്നത്. അത് ഒരു വലിയ ഈ പറഞ്ഞ നമ്മൾ യൂണിഫോമിനെതിരെ നടത്തിയതുപോലുള്ള ഒരു സമരം നടന്നിട്ടല്ല. കുട്ടികൾ വളരെ സ്വാഭാവികമായിട്ട് വന്ന് മുമ്പിലിരിക്കുകയാണ്. ഈ ജനറേഷൻ വളരെ കുറഞ്ഞ ശമ്പളത്തിൽ തങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല, ഈ വർക്ക് ലോഡിൽ, ഈ മാനസിക സംഘർഷത്തിൽ ജീവിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നുണ്ട്. അത് മോശമായ കാര്യമല്ല. പക്ഷേ ഒരാൾ പ്രൊഫഷനോട് അത്രയും ആഗ്രഹിച്ചു വന്നിട്ട് അതിട്ടിട്ട് പോകുന്നതിലാണ് നമ്മുടെ സങ്കടം. നേരത്തെ പറഞ്ഞ നമ്മൾ ജൂനിയർ അഭിഭാഷകർക്ക് മുഴുവൻ സപ്പോർട്ട് സിസ്റ്റം എന്നുള്ളതുകൊണ്ട് കരിയർ ബ്രേക്ക് വരുന്നവർക്കൊരു സപ്പോർട്ട് സിസ്റ്റമായി ഉണ്ടാവണം. ഈ ഒരു പ്രൊഫഷൻ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കപ്പെടേണ്ടത് അഭിഭാഷകരുടെ മുഴുവൻ ആവശ്യമായിട്ട് അഭിഭാഷകർ കാണണം എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം കൂടുതൽ അന്തസ്സുള്ളത്, കൂടുതൽ മികവുള്ളത്, കൂടുതൽ ജനാധിപത്യവൽക്കരിക്കപ്പെടേണ്ട, കൂടുതൽ തുല്യമായൊരു സ്പേസായി തീരേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്.